ഇവിടെ ആദ്യം പുഴ, ഇപ്പോഴും അടിപൊളി കേട്ടോ. കാരണം ഹലോ അസ്സലാമു അലൈക്കും, എല്ലാവർക്കും സുഖം. എല്ലാവരും ചായയുടെ തിരക്കിലാണ് ഗൈസ്, എല്ലാവരും ചായയുടെ തിരക്കിലാണ്. അതായത് കഴിഞ്ഞോ? ഇതാണ് ഒന്ന് കണ്ണു വെട്ടിക്കാൻ പറ്റില്ല, അപ്പത്തിന് കഴിഞ്ഞു. അതാണോ? അവർക്ക് വേണ്ട. എന്നിട്ട് എന്താ എല്ലാരും എങ്ങനെയുണ്ട് ഞങ്ങളെ വല്ലപ്പുഴ മക്കളെ? നൈറ്റ് അടിപൊളിയായില്ലേ? അങ്ങനെ ഓരൊക്കെ നാളെ പോവും. നാളെ പോണോ? മറ്റൊന്ന് പോയ പോരെ? ഇതാ തന്നെ ഒരു 4 ആൾക്കാരും അവിടുന്ന് ഓളെ വീട്ടുകാർക്ക് ജിൻസി വിളിച്ച് ഞാൻ സംസാരിച്ച് അങ്ങനെ 4 ആളുടെയും വീട്ടുകാർക്ക് സമ്മതം വേണ്ടേ, അങ്ങനെയൊക്കെ വിളിച്ചിട്ട് കൊടുക്കുന്നതാണ്. എന്തായാലും അടിപൊളിയല്ലേ? നീ ഇടയ്ക്ക് വരുള്ളൂ. കാരണം ഒന്നാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മാക്ക് എപ്പോഴും ഇങ്ങനെ മിണ്ടിയും പറയാൻ ഇങ്ങനെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഒറ്റക്കല്ലേ. കാരണം മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ ഗൾഫിൽ, അതുപോലെ പെങ്ങളോളെ വീട്ടിൽ ഞാനും ഉമ്മയും മാത്രം. ഞാൻ രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തെ വരുള്ളൂ. അപ്പോൾ ഉമ്മാക്ക് മുണ്ടിയും പറയാനൊന്നും ആൾക്കാരുണ്ടാവില്ല. ഉമ്മ എല്ലാരും എങ്ങനെയുണ്ട്? നല്ല വർത്താനം പറയാ. ഞാൻ പറയേ, ഇമ്മാക്ക് മുമ്പൊക്കെ സംസാരിച്ചാൻ ആരും ഇല്ലല്ലോ, മനസ്സിലായോ? സംസാരിക്കാൻ ആരും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ആരെങ്കിലൊക്കെ വരാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം സംസാരിക്കാനുള്ള. കാരണം ഞാനും തിരക്കായത് ഇപ്പൊ അല്ല, മുമ്പൊക്കെ അറിയുന്നവർക്ക് അറിയണ്ടാവും കേട്ടോ, ഞാൻ ഒറ്റക്കല്ല. അപ്പൊ അങ്ങനെ സെറ്റ്. അപ്പൊ ഞങ്ങളെല്ലാവരും പുറത്തേക്കൊന്ന് പോകാൻ തീരുമാനിച്ചിരിക്കണം. മുഷ്ഫിക്ക് ഞങ്ങൾ അവിടെ നിന്ന് കൊടുന്നതാണ്. പിന്നെ കുറെ കമന്റ് ഉണ്ട്, ഇന്ന് പെങ്ങളൊന്നും കൊണ്ട് വിളിച്ചില്ല. അതിനുള്ള സാഹചര്യങ്ങളുണ്ട് കേട്ടോ, മനസ്സിലാക്കണം. കാരണം പെങ്ങളും പിന്നെ മുസ്താഖിനും പോരാ. മുസ്താഖിനൂടി കൊടുന്നു കഴിഞ്ഞാൽ പിന്നെ പെങ്ങളവിടെ ഒറ്റക്കാവും. അതുപോലെ ഹോസ്പിറ്റലായതുകൊണ്ട് അവിടുന്ന് ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. അവർക്ക് എടുക്കുന്നൊക്കെ ഓരോ സാധനങ്ങൾക്കും ഒക്കെ അവിടുന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അതാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഉമ്മല്ലേ? വാ, സ്ഥലൊക്കെ എങ്ങനെയല്ലേ കുത്തിത്തിരിക്കാം നമുക്ക്. നമ്മള് നാട്ടിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് കറക്കാൻ വേണ്ടിട്ടോ, വേറെ എടുക്കൂല്ല. ഒരു അടുത്തൊരു 10 കിലോമീറ്റർ അപ്പുറം എന്തെങ്കിലുമൊക്കെ പോയിട്ട് ചുമ്മാ എന്താ തിന്നാല് ഇഷ്ടലായിട്ടാ. അതെ. ആവശ്യം കിട്ടിയോ? ഓക്കെ ഗെയ്സ്, പോവാം. ഇതാണ് ഞങ്ങളെ നാട്. അങ്ങനെയുണ്ട്, പാടങ്ങളും പുഴകളും നിറഞ്ഞ. ഗെയ്സ്, ഞങ്ങൾ ചെർപ്പുളശ്ശേരി ചെർപ്പുശ്ശേരി അല്ല, ഷൊർണൂര്. ഇതെന്താ? പൈസ ഒക്കെ നല്ലത്. എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളി, മാഷാഅല്ലാഹ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ വരുന്ന ഭാഗം മൊത്തം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അടിപൊളി കേട്ടോ. കാരണം നമ്മളെ വല്ലപ്പുഴ ഉള്ള വയലുകൾ കണ്ടിട്ടൊക്കെ കോഴിക്കോട്ടുകാർ ഞെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സ്പെഷ്യലായിട്ട് പറയാണ്. ഇവിടെ ആദ്യം പുഴ, ഇപ്പോഴും പുഴ. ഇപ്പൊ വെള്ളം ഇല്ലാത്തോണ്ടാണ്. ഇതിനൊക്കെ മൊത്തം വെള്ളം വരുന്നതാണേ. പക്ഷെ എന്തൊരു കഷ്ടം. ഇനി വെള്ളം വരും. വെള്ളം മഴ പെയ്താ വരും. എന്തൊരു കഷ്ടാണ്. ബുദ്ധി ഇല്ലെങ്കിൽ എന്താ? എന്ത് വെള്ളം? പക്ഷെ എത്ര വെള്ളം ഉണ്ടാവും എന്ന് വെച്ചപ്പോ ഞാൻ എന്താ പറയാ, അതെന്താന്ന് അറിയില്ല. അതൊന്ന് പാലം പൊട്ടിയൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ സൂര്യൻ എങ്ങനെയുണ്ട്? ചന്ദ്രനാ? പാലക്കാട് ചൂട് കൂടുതൽ. പാലക്കാട് ചൂടാണെന്നുണ്ടെങ്കിൽ സമാധാനല്ലേ? സമാധാനമുണ്ട്. എന്ത് മണല്? പിന്നെ എങ്ങനെ എന്നെ ബീച്ചിൽ കൊണ്ടുപോവാ? നായ്ക്കളൊക്കെ ഇരിക്കണോലൊക്കെ സൂക്ഷിച്ചോളൂ. പക്ഷെ എങ്ങനെയുണ്ട് സ്ഥലം? മുസ്താഖിനെ കൂട്ടിയ ഒറ്റ ഒറ്റക്കാവൂലേ?
മുസ്താഖിനെ കൂട്ടിക്കഴിഞ്ഞാ പിന്നെ പെങ്ങൾ ഒറ്റക്കാവും. അതാ പിന്നെ രണ്ടാളി കൊണ്ടുപോകാലോ. ഇതിപ്പോ അവിടെ ആരും ഇല്ലാത്തോണ്ട് ഓളൊറ്റക്കാവും. ഇവർക്ക് അവിടേക്കൊക്കെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണം ഗൈസ്. ഫോട്ടോ എടുത്ത് തരാനായിരിക്കോ? ഫോട്ടോ എടുത്ത് തരാൻ വെച്ചെങ്കിൽ 150 ഉറുപ്പിക ഞാൻ എടുത്തരും. എടുക്കണം. അവിടെ എന്താ അവിടെ ഒന്നുമില്ലേ? നടക്കാൻ വയ്യടാ. ഇത് മറ്റേ ട്രെയിനല്ലേ? ഓടി വന്ദേ ഭാരത് തന്നെയാണത് അല്ലേ? വന്ദേ ഭാരത് അല്ല അതിനെ നല്ല പേര് ട്രെയിന. ഞാൻ ആദ്യമായിട്ടാണ്. അങ്ങനെ അടുത്ത ട്രെയിനിന് കൊണ്ട് ട്രെയിന് മിനിറ്റിന് പോകുന്നത് കണ്ടില്ലേ ഗൈസ്? ഇപ്പൊ ഇത് വീട് നല്ല രസമുണ്ട്, കാരണം ബാക്കിൽ സൂര്യൻ കാണുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാല് നല്ല വണ്ടികളൊക്കെ പോകുന്ന കാഴ്ചകളൊക്കെ കാണാം. നേരെ ഇവിടുന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ട്രെയിൻ പോകുന്നത്. ഇവിടെ വേറെ ഇങ്ങനത്തെ കാഴ്ചകൾ എന്തുണ്ടായിരുന്നു ഞാൻ പറയാം.